പലതരത്തിലുള്ള സൈക്കോളജി ഉണ്ട്. ബട്ട് നമുക്കറിയാത്തൊരു മേഖലയാണ് ഫാഷൻ സൈക്കോളജി. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. ഷീ ഈസ് എ ലോയർ, മോട്ടിവേഷണൽ സ്പീക്കർ ആൻഡ് എ സൈക്കോളജിസ്റ്റ്. സ്മിത സതീഷ്, വെൽക്കം ടു എഫ് ടോക്ക്. നമസ്കാരം. മാഡത്തിൻ്റെ പ്രൊഫൈൽ നോക്കിയപ്പോൾ മാഡം ഒരുപാട് പാഷനെ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് മനസ്സിലായി. സോ ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ പാഷനെ ഫോളോ ചെയ്യുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? എനിക്ക് തോന്നുന്നത് അത് ഓരോ വ്യക്തിയെ ആശ്രയിച്ചിട്ടിരിക്കും കേട്ടോ. പാഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വർക്ക് എന്നതിൽ മാത്രം നമ്മൾ അഡിക്റ്റായിട്ട് പോവുകയാണ്. അങ്ങനെ ആർക്കും സാധിക്കില്ല. നമ്മുടെ പാഷനും കൂടി നമുക്ക് ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. എന്നാൽ പാഷൻ മാത്രമായിട്ട് കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കതിൽ ഈ പറഞ്ഞ മാതിരി മണി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അത്രയും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോൾ പാഷൻ അതിൽ മാത്രം കൊണ്ടുപോകാൻ പറ്റുന്നത്. പക്ഷേ പാഷനും ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്യാൻ പറ്റണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പാഷനിലേക്ക് മാത്രം പോയി കഴിഞ്ഞാൽ പ്രശ്നമാവുന്നുണ്ട്. എന്നിരുന്നാലും ചില ആൾക്കാരുണ്ട് പാഷൻ മാത്രം ഫോളോ ചെയ്തിട്ട് അതിലേക്ക് എത്തുന്നവരുണ്ട്. അത് എത്തുന്നുണ്ടെങ്കിൽ അത്രമാത്രം അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ആയിരിക്കും ആ പാഷൻ കൊണ്ട്, ഇപ്പോൾ ആ ഒരു പാഷൻ വെച്ചിട്ട് ഞാൻ കൊണ്ടുവരും മുന്നോട്ട് എന്ന രീതിയിലായിരിക്കും. എനിക്ക് തോന്നിയത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. എൻ്റെ രീതിയിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. രണ്ടും കൂടി ബാലൻസ് ചെയ്യണം. എനിക്ക് പാഷനും കൂടി ഒപ്പമുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ആ ഒരു സംതൃപ്തി കിട്ടുന്നുള്ളൂ. അപ്പോൾ ഒരാളുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നത് എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് പ്രാധാന്യം. ചില സാധാരണ ആളുകൾക്കിടയിൽ പാഷൻ എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അവർ ചിന്തിക്കുന്നത് വേറെ കുറേ കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് അതിൻ്റെ പിന്നാലെ ആയിരിക്കണം നമ്മൾ പോകേണ്ടത്. അവിടെയാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ, നമ്മൾ ആഗ്രഹിക്കുന്നത് ചെയ്താൽ. അപ്പം അത് അതാണ് നമുക്ക് കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാക്കി തരുന്നത്. ഓക്കെ മാം, ആസ് എ മോട്ടിവേഷണൽ സ്പീക്കർ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു മാം? ഒരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ടാണോ അതോ ലൈഫ് ത്രൂ ഔട്ട് ആ ഒരു കുഞ്ഞിലേ മുതൽ ഒരു ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ് അങ്ങനെ എന്തെങ്കിലും ഒരു തുടങ്ങിയതാണോ? എന്നെ സംബന്ധിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് ഞാൻ ഇൻട്രോവേർട്ടാണ്. പക്ഷേ എനിക്ക് സംസാരിക്കാൻ സ്റ്റേജൊന്നും വരുമ്പോൾ ഇങ്ങനെയല്ല. എനിക്ക് ഒരു ടെൻഷനും ഇല്ല. അതെനിക്ക് തോന്നുന്നത് ചെറുപ്പം മുതൽക്ക് തന്നെ നമ്മുടെ സ്കൂളുകളിൽ സ്റ്റേജിലും പ്രോഗ്രാമൊക്കെ ചെയ്യും. ആ ഒരു സമയത്ത് എനിക്ക് എൻ്റേതായ ഒരു സ്പേസ് ഞാൻ കണ്ടെത്തുകയാണ്. അപ്പോൾ അന്ന് മുതൽക്ക് എന്നെ കണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒപ്പമുള്ള ആൾക്കാർ, നമ്മുടെയൊക്കെ സ്കൂളുകളിൽ എനിക്ക് തോന്നുന്നു ഗ്രൂപ്പ് ലീഡേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മുടെ ഒപ്പമുള്ള ആൾക്കാരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തവരെ ഒരുമിച്ച് കൊണ്ടുവരണം. അപ്പോൾ പഠിക്കാൻ മോശമാണോ അല്ലെങ്കിൽ കുറവോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്കൂളുകളിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ പല കഴിവുകളും അവർക്ക് വേറെ ഉണ്ടാവും. പക്ഷെ അന്നൊക്കെ നമുക്ക് ഈ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെയൊക്കെ ഒരു ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ്. പിന്നെ കുറച്ചുകൂടി സ്പോർട്സ്, ബാക്കിയുള്ളതിനെ കുറിച്ചൊന്നും അങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പോൾ എന്തിലെങ്കിലും വീക്കായ ആൾക്കാരെ നമ്മൾ അല്ലാത്ത ആൾക്കാർ ഹെൽപ്പ് ചെയ്യണം, അങ്ങനെ ഒരു രീതിയുണ്ട്. അപ്പോൾ അതിന് ഈ ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ മിക്കവാറും ഇങ്ങനൊരു ഗ്രൂപ്പിൻ്റെ ലീഡറായിട്ടാണ് ഉണ്ടാവാറ്. അപ്പോൾ എൻ്റെ ഒപ്പമുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് എല്ലാവർക്കും ടോപ്പ് ആവണം, ഇത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് അവർക്ക് എൻ്റെ ഒപ്പം തന്നെ അവരെയും കൊണ്ടുവരണം, അതായിരുന്നു. അപ്പോൾ അത് ചെറിയ ക്ലാസ്സുകൾ തൊട്ടിട്ട് തന്നെ ഇങ്ങനൊരു രീതിയിൽ വളർന്നു വന്നതുകൊണ്ട് മുമ്പും എനിക്ക് തോന്നുന്നു സൈക്കോളജി എന്നുള്ളൊരു ടോപ്പിക്കിലേക്ക് കൊണ്ടുപോകുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഒപ്പമുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ കൊണ്ടുവരണം, അവരെ സ്റ്റേജിൽ കയറ്റണം, അവരെ എല്ലാവർക്കും അവസരം കിട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് വന്നത്. പിന്നെ മോട്ടിവേഷൻ ഇതിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴാണ് അതിനുള്ളൊരു ഹെൽപ്പായി നമുക്ക് കിട്ടിയത്. അതെനിക്ക് തോന്നുന്നു ഈ ഒരു കോവിഡ് ടൈമിൽ ആ ഒരു ടൈമിലൊക്കെയാണ്. അതിന് മുമ്പുണ്ടെങ്കിൽ അത്രയും ആളുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് എല്ലാവരും ഫോണിൻ്റെ മുമ്പിലേക്ക് തന്നെ ആയി, സ്ക്രീൻ ടൈം കൂടി. ആ ഒരു സമയത്ത് എങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുക, നമ്മുടെ ഒരു തോട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുക. അതിൻ്റെ ഏറ്റവും വലിയൊരു നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇതിനു മുമ്പ് ഞാൻ കുട്ടികളുടെ കോളേജിൽ ജൂനിയർ ജസ്റ്റിസ് ബോർഡ് മെമ്പറായിരുന്നു. അപ്പോൾ ബോർഡ് മെമ്പർ ആയിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായ ഒരു കാര്യം പറയാം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിലാണ് അവർ വരിക. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോക്സോ ആക്ടിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, നമുക്ക് കൺസെൻറ്റ് എന്നുള്ളൊരു വാക്കുണ്ട്. കൺസെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആരെന്ത് ചെയ്താലും അതിന് കുഴപ്പമില്ല. ഇതാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ പ്രശ്നത്തിൽ പെട്ട് വരുന്ന കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ പറയും, മാം അവൾക്ക് കൺസെൻറ്റ് ഉണ്ടായിരുന്നല്ലോ, അവളുടെ ഇഷ്ടത്തോട് കൂടിയിട്ടാണല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി, അത് അടുപ്പിച്ച് കേസ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആളുകൾക്ക് അറിയില്ല. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൺസെൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും
അത് കേസിൽ പെടും. അവിടെ ഒരു കൺസെൻറ്റിന് പോക്സോ കേസിൽ പെടും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസ് കുറച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി അത് ആളുകളിലേക്ക് പെട്ടെന്ന് എത്തണം. കാരണം ഒരു യങ് ജനറേഷൻ മുഴുവൻ ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളിലുമാണ് വന്നിരിക്കേണ്ടത്. അപ്പോൾ എവിടേക്ക് പോകുന്നോ ഈ ഒരു തോട്ട് അവരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഈ ഒരു അവയർനെസ് അവരിലേക്ക് കൊടുക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് ഇത് എത്തും. അപ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു അതിന് ശേഷം കുറച്ചും കൂടി ഇപ്പോൾ ഇഷ്ടംപോലെ ലോഡ് കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയുന്ന വീഡിയോസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ മുമ്പ് ആ സമയത്ത് ഇങ്ങനത്തെ പോയിൻറ്റ്സാണ് എത്തിച്ചു കൊണ്ടിരുന്നത്. ആ സമയത്ത് അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ അന്നേ സമയത്ത് ഞാൻ ഈ പറഞ്ഞ മാതിരി ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നേരിടുന്ന പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഉണ്ട് കുട്ടികളുടെ ഇടയിലേക്ക്, ഈവൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും. അപ്പോൾ ഈ ഒരു തോട്ടാണ് എനിക്ക് ഇങ്ങനെയും കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്താണോ സൊസൈറ്റിയിലേക്ക് അറിയിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണോ യങ് ജനറേഷനിലേക്ക് എത്തിക്കേണ്ടത് വെച്ചാൽ അതിനും കൂടി ഞാൻ ഓൺ വോയിസ് ടോക്കായിട്ട് പറഞ്ഞു. ബാക്കി മുഴുവൻ ഈ പറഞ്ഞ മാതിരി ഓരോ ആളുകളുടെ പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ ലവ് റിലേറ്റഡ് ആയിട്ടായിരിക്കാം. അങ്ങനെ ഓൺ വോയിസിനെ അവിടെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. അത് അങ്ങനെ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആ ഒരു ലെവലിലേക്ക് അങ്ങനെ പോകുന്നു എന്ന് മാത്രം.